ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു കൂന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂന് ഇവിടെ പറമ്പിൽ നിന്നും കിട്ടിയതാണ്. കർക്കിടക മാസത്തിൽ കിട്ടിയതാണ്. ഞാൻ അന്ന് അതിൻ്റെ റെസിപ്പി എടുത്ത് വെച്ചാണ് ഇപ്പോൾ എനിക്ക് ഇടാൻ സമയം കിട്ടിയത്. കൂന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണല്ലോ. അത് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞങ്ങൾ ഒന്നോ രണ്ടോ കുറച്ചൊക്കെ കൂൺ കിട്ടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. കൂന് എന്ത് കാട്ടിയാലും നല്ല ടേസ്റ്റാണ്. അത് ആർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് കൂന്. അപ്പോൾ അത് പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ പിന്നെ കർക്കിടക മാസത്തിലൊക്കെ എല്ലാ പറമ്പിൽ നിന്നും കിട്ടണം. ഇനി അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇത് കൂൻ നന്നാക്കി എടുത്ത് ഞാൻ ചുടുവെള്ളം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് സമയം വെച്ചതാണ്. കൂന് നന്നാക്കിയതിൻ്റെ മുകളിലെ തൊലി കളഞ്ഞിട്ട് ആണ് ചെറുതായി നുറുക്കിയെടുക്കൽ. അതുപോലെ അതിൻ്റെ തണ്ടും തന്നെ ഒന്ന് കത്തി കൊണ്ട് വരണ്ടി എടുത്തതാണ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിൽ താളിക്കുക എന്ന് പറയും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ അല്പം കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാന്താരി ചതച്ചിടുക. ഒരു 10-20 കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഇനി കീറിയിടുകയാണെങ്കിൽ അങ്ങനെയും ഇടാം. ഞാനൊന്ന് പൊട്ടിച്ച് കുത്തി ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടത്. ഇനി ഇത് തിളച്ചിട്ട് ആണ് അതിലേക്ക് കൂനിട്ട് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് അല്പം ഉപ്പും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. മുളകൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൂന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. നമ്മൾ 1 മണിക്കൂറോളം ചൂടുവെള്ളത്തിലും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടുങ്ങാണ്ട് വെച്ചിരുന്നു. അതിൻ്റെ ഇനി പിന്നെ എന്തെങ്കിലും വല്ല അണുക്കളെന്തുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് ആദ്യമേ ചെയ്യൽ. അപ്പോൾ ഞാനതുപോലെ ചെയ്തു. ഇനി ഇതിലേക്ക് കൂനിട്ടിട്ട് ഇത് കൂനിന് കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്തിട്ട് കുറുകി വരണം. നമ്മൾ ഈ വെച്ച വെള്ളം പിന്നെ നമ്മൾ ഈ കൂന് വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അതിൽ നിന്നും കുറച്ച് വെള്ളം പൊടിയും. അപ്പോൾ ഒന്ന് വെന്ത് വെള്ളം കുറുകി വരണം. അതുവരെ പിന്നെ വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ സിമ്മിലിട്ടച്ചിട്ട് ഒരു 10 മിനിറ്റ് പോലെ സിമ്മിലിട്ടേക്കുക. അങ്ങനെ ചെറുതീയിൽ അങ്ങനെ തിളച്ചിട്ടൊന്ന് കുറുകണം. അതാണ് അതിൻ്റെ ഇത്. നല്ല തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. കൂന്താളിപ്പ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് തീ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ കാന്താരിൻ്റെയും കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ ആ കുറുകലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേറെ ഒരു കൂട്ടാനും വേണ്ട. ഇതുണ്ടായാൽ നമുക്ക് വെറുതെ ഇങ്ങനെ മുക്കി കുടിക്കുക. അത്രയും ടേസ്റ്റാണ്. എന്താ പറയുക, പിന്നെ ഒരു വെറൈറ്റി തന്നെയാണ്. ഇനി കൂൺ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളിടയ്ക്ക് കൂൺ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ മസാല ഇട്ടും വെക്കും. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഉണ്ടായാൽ വേറെ കറിയൊന്നും വേണ്ട. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.